2025 ഫെബ്രുവരി 4 മുതൽ 2026 ഫെബ്രുവരി 3 വരെയുള്ള ഒരു ഫെങ്ഷുയി ഇയർ. ഈ ഇയറിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ആനുവൽ സ്റ്റാർ എന്ന് പറഞ്ഞിട്ടൊരു കണക്കുണ്ട്. അതായത് വാർഷിക നക്ഷത്രങ്ങൾ, വീടിൻ്റെ അല്ലെങ്കിൽ ഓഫീസിൻ്റെ അല്ലെങ്കിൽ ഏതൊരു ബിൽഡിങ്ങിൻ്റെ ആയാലും ഈ ഓരോ ദിക്കിലും വർഷാവർഷം ഓരോ പുതിയ നക്ഷത്രങ്ങൾ കടന്നു വരും. അപ്പൊ നിലവിൽ അവിടെ ഒരു നക്ഷത്രം നിപ്പുണ്ട്. ആ നക്ഷത്രം മാറിയിട്ടാണ് പുതിയൊരു നക്ഷത്രം ആ ദിക്കിലേക്ക് കടന്നു വരുന്നത്. ഇത് ഈ ഒരു ടൈമിന് ഒരു ഏകദേശം 1 മാസത്തിന് മുമ്പേ വെച്ച് തന്നെ പല വീടുകളിലും ഇതിന്റെ ഒരു ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങും. അതായത് ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 9 നക്ഷത്രത്തിൽ നല്ല നക്ഷത്രങ്ങളും ഉണ്ട്, മോശം നക്ഷത്രങ്ങളും ഉണ്ട്. അപ്പം ഇത് മോശം നക്ഷത്രമാണ് ഒരു ദിക്കിലേക്ക് വരികയാണെങ്കിൽ ആ ദിക്ക് ഉപയോഗിക്കുന്നവരെ കുറച്ച് മോശമായിട്ടുള്ള അനുഭവങ്ങൾ ജീവിതത്തിലേക്ക് വരികയും, അതെല്ലാം നല്ല നക്ഷത്രം വരുന്ന ദിക്കിലാണെങ്കിൽ കുറച്ച് പോസിറ്റീവ് ആയിട്ടുള്ള അനുഭവങ്ങൾ വരികയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊരു ഷഫ്ലിംഗ് ഏരിയ ആയിട്ടാണ് ഈ ഒരു മന്തിനെ കണക്കാക്കുന്നത്. അത് ഏകദേശം ഈ ഒരു ജനുവരി മാസത്തെ കണക്കാക്കുന്നത്. അപ്പോൾ ഈ ഒരു മാസത്തിൽ സ്റ്റാറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ചേഞ്ച് ആകുന്ന ഒരു വർഷമാണ്. അപ്പോൾ നമ്മൾ എല്ലാ വർഷത്തിലും നമ്മൾ 2 രീതിയിൽ ഇതിനെ കറക്റ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് വീട് 9 നമ്പറുകളുണ്ട്. ഇതിനെ എങ്ങനെ നമ്മളത് കറക്റ്റ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയ സ്ക്വയർ എടുക്കുന്നു, അതിന് നമ്മൾ കറക്റ്റ് 9 കള്ളികളായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ ഓരോ ദിക്കുകൾ 8 ദിക്കുകൾ ഈ ഇതണക്ക് നോർത്ത് ഈസ്റ്റ്, ഈസ്റ്റ്, സൗത്ത് ഈസ്റ്റ്, സൗത്ത്, സൗത്ത് വെസ്റ്റ്, വെസ്റ്റ്, അത് കഴിഞ്ഞിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർത്ത് വെസ്റ്റ്, നോർത്ത്, ഒരു ബ്രഹ്മസ്ഥാനം. അങ്ങനെ 8 ദിക്കുകളും ഒരു ബ്രഹ്മസ്ഥാനം. അപ്പൊ ഈ 8 ദിക്കിലും ബ്രഹ്മസ്ഥാനത്തും കൂടിയാണ് വർഷാവർഷം ഈ പറയുന്ന നക്ഷത്രങ്ങൾ ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ 2025 ഫെബ്രുവരി 4 മുതൽ വരുന്ന നക്ഷത്രങ്ങളും അത് ആ ദിക്കിൽ ചെലുത്തുന്ന സ്വാധീനവും അതിൻ്റെ മോശം നക്ഷത്രങ്ങളാണെങ്കിൽ അതിൻ്റെ പരിഹാരവും, നല്ല നക്ഷത്രങ്ങളാണെങ്കിൽ അതിനെ എൻഹാൻസ് ചെയ്യാനുള്ള മെത്തേഡുകളും ഒക്കെയാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഒരു പുതുവർഷം തുടങ്ങുമ്പോഴത്തേക്ക് നല്ല ഒരു സ്റ്റാറിനെ, അതായത് ഫെങ്ഷുയിൽ ഇപ്പോൾ ഈ ഒരു പീരീഡിൽ ഇത് 9th പീരീഡ് എന്ന് പറയും. ഇപ്പം നമുക്ക് ഓരോ 20 വർഷങ്ങൾ കൂടുമ്പോഴും പ്രകൃതിക്ക് ഒരു മാറ്റം ഉണ്ടാവുമെന്നാണ് ഫെങ്ഷുയിൽ പറയുന്നത്. അതിന് കൃത്യമായിട്ടുള്ള കണക്കുണ്ട്. അതായത് ഇപ്പം ഞാൻ നേരത്തെ ഉള്ള 20 വർഷത്തെ കണക്ക് പറയുകയാണെങ്കിൽ 2004 ഫെബ്രുവരി 4 മുതൽ 2024 ഫെബ്രുവരി 3 വരെയുള്ള ഒരു 20 കൊല്ലം അത് പീരീഡ് 8 എന്ന് പറയുന്ന ഒരു കാലഘട്ടമായിരുന്നു. അപ്പോൾ ഈ കാലഘട്ടത്തിൽ ഏറ്റവും പ്രോസ്പെരിറ്റി ആയിട്ടുള്ള സ്റ്റാർ എന്ന് പറയുന്നത് ഫെങ്ഷുയിൽ 8 ആയിരുന്നു. അപ്പം മാത്രമല്ല ചൈനീസിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്റ്റാർ എന്ന് പറയുന്നതും 8 ആണ്. 8 എന്ന് പറയുന്നത് നമുക്ക് എൻഡ്ലെസ് ആയിട്ട് എഴുതാൻ പറ്റുന്ന ഒരേ ഒരു നമ്പരേ ഉള്ളൂ, അതും 8 ആണ്. അപ്പോൾ ആ ഒരു 8ന്റെ കാലഘട്ടം ഈ 2024 ഫെബ്രുവരി 3 കൂടി കഴിഞ്ഞു. എന്നിരുന്നാൽ പോലും 8 ഫെങ്ഷുയിൽ എപ്പോഴും വളരെ പ്രോസ്പെരിറ്റി ഉള്ള ഒരു സ്റ്റാറായി തന്നെ ഇന്നും എന്നും തുടരും. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് സ്റ്റാറിനെ പറ്റിയാണ്. ഇനി ഈ വർഷം, അതായത് 2024, അതായത് കഴിഞ്ഞ വർഷം മുതൽ തുടങ്ങി 2024 മുതൽ 2044 വരെയുള്ള ഒരു 20 കൊല്ലം, അത് ഇപ്പോഴത്തെ ഏറ്റവും പ്രോസ്പെരിറ്റി, അതായത് ടൈംലി സ്റ്റാർ എന്ന് പറയും. ടൈംലി സ്റ്റാർ ആയിട്ട് നിൽക്കുന്നത് സ്റ്റാർ നമ്പർ 9 ആണ്. അപ്പൊ ഇപ്പൊ ഏറ്റവും പ്രോസ്പെരിറ്റി ഉള്ള സ്റ്റാർ ഏതാണെന്ന് ചോദിച്ചാൽ അത് 9 ആണ്. 9th പീരീഡിലെ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. അതേസമയം ഇപ്പോൾ ഈ വർഷത്തെ ആനുവൽ സ്റ്റാറിൽ ഇനിയുള്ള ഒരു 20 കൊല്ലം ഏറ്റവും പ്രോസ്പെരിറ്റി സ്റ്റാർ ആയിട്ട് നിൽക്കുന്നത് അത് തന്നെയാണ്, 9 തന്നെയാണ്. അപ്പോൾ ഈ 9 2025 ഫെബ്രുവരി 4 മുതൽ 2026 ഫെബ്രുവരി 3 വരെയുള്ള ഒരു വർഷം വന്നിരിക്കുന്നത് ഈസ്റ്റിലാണ്. അപ്പോൾ ഈസ്റ്റ്, അതായത് വീടിന്റെ കിഴക്ക് ഭാഗത്ത്, അതായത് ഇപ്പൊ ദിക്ക് മാറിപ്പോയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല, കോമ്പസിൽ കറക്റ്റ് കിഴക്കിൽ തന്നെയാണ് നിങ്ങളുടെ മെയിൻ ഡോറെങ്കിൽ ഒരു സംശയവും വേണ്ട, ഈ വർഷം നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ഒത്തിരി അഭിവൃദ്ധികൾ ഉണ്ടാവുന്ന ഒരു വർഷമാണ്. ഇപ്പൊ നിങ്ങൾക്ക് 1-2 മാസം നിങ്ങൾ അതിനൊന്ന് വാച്ച് ചെയ്യുക. ഇപ്പൊ നമുക്ക് ഫെബ്രുവരി 4 തൊട്ടാണ് സ്റ്റാർ വരുന്നത്, ഫെബ്രുവരി ആയി, മാർച്ചായി. ഞാൻ ഈ പറയുന്നത് പോലുള്ള ഒരു റിസൾട്ട് നിങ്ങൾക്ക് വന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തോ വാസ്തുപ്രകാരമുള്ള ഒരു മെയിൻ പ്രോബ്ലം വീട്ടിലുണ്ടെന്ന് മനസ്സിലാക്കുക. അപ്പോൾ തന്നെ ഒരു ഫെങ്ഷുയി കൺസൾട്ടന്റിനെ കാണിച്ചത് കറക്റ്റ് ചെയ്യുക. കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി 10 മാസമെങ്കിലും ഇതിന്റെ ഒരു സൗഭാഗ്യത്തെ നമുക്ക് സ്വീകരിക്കാനായിട്ട് പറ്റും. 9 വർഷത്തിൽ ഒരിക്കൽ വരുന്ന ഏറ്റവും പ്രോസ്പെരിറ്റി ആയിട്ടുള്ള ഒരു സ്റ്റാർ ആണ് ഈ പറയുന്ന 9. അപ്പോൾ കിഴക്ക് ഭാഗത്ത് ഏത് വന്നിട്ടുണ്ട്? 9 വന്നിട്ടുണ്ട്. ഇവിടെ ഏറ്റവും കൂടുതൽ അത് ഗുണം ചെയ്യുന്ന ആരെയാണ്? കിഴക്ക് വാതിലുള്ളവർക്ക്.
കാരണം കിഴക്ക് വാതിലുള്ളവർക്ക് ആ വീട്ടിലുള്ള എല്ലാവർക്കും അതിൻ്റെ ഒരു പ്രോസ്പെരിറ്റി കിട്ടും. കാരണം ഈസ്റ്റിലാണ് നമ്മളുടെ മെയിൻ എൻട്രൻസ് നിൽക്കുന്നതെങ്കിൽ 9 അവിടെ വന്നിട്ടുണ്ട്. സാമ്പത്തിക അഭിവൃദ്ധിക്ക് ഏറ്റവും നല്ലതാണ്. അതുപോലെ തന്നെ ആഘോഷങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്ക് അത് വിവാഹം പോലുള്ള കാര്യങ്ങളും ഒക്കെ ആവും. ഒത്തിരി ആഘോഷങ്ങളുടെ ഒരു വർഷമാണ് ഈ കിഴക്ക് ദർശനമുള്ളവർക്ക് ഈ 2025. അപ്പോൾ ഇത് കിഴക്ക് പ്രധാന വാതിലുള്ളവരെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. അതേസമയം ഇവിടെ നിങ്ങൾക്ക് പ്രധാന വാതിലില്ല, പക്ഷെ നിങ്ങളുടെ വീടിന്റെ ബെഡ്റൂം നിങ്ങൾക്ക് ഈ കിഴക്ക് ഭാഗത്താണെങ്കിൽ ആ ബെഡ്റൂമിലുള്ളവർക്കും ഇതിന്റെ ഫലങ്ങൾ കിട്ടുന്നതായിരിക്കും. കാരണം ആ ഒരു 45 ഡിഗ്രിക്കകത്ത് ഈ സ്റ്റാർ വന്ന് പെട്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രോസ്പെരിറ്റി നമ്മുടെ ലൈഫിലേക്ക് ഉണ്ടാകും. അപ്പം ഇത് വളരെയധികം ശ്രദ്ധിക്കുക. അത് കഴിഞ്ഞിട്ട് അടുത്തത് ഇപ്പോഴത്തേക്ക് ഏറ്റവും നല്ല പ്രോസ്പെരിറ്റി ഉള്ള സ്റ്റാറായ 9 പറ്റിയാണ് ഞാൻ പറഞ്ഞത്. ഈ 9 ഗുണങ്ങൾ കൂടുതൽ ലഭിക്കാനായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഒരുപാട് മെത്തേഡുകളുണ്ട്. അതിൽ 1-2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, വീടിന്റെ കിഴക്ക് ഭാഗത്ത് നമുക്കൊരു റെഡ് കളർ മാറ്റ് ഇടാം. ഒരു മിനിമം ഒരു 4 സ്ക്വയർ ഫീറ്റ് എങ്കിലും വേണം. നല്ല ഒരു റെഡ് കളർ. അതിനകത്ത് മറ്റ് കളേഴ്സ് ഒന്നും വേണ്ട. പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, സാർ ഇതിനകത്ത് വേറെ എന്തെങ്കിലും കളറുകൾ മിക്സായി വന്നാൽ കുഴപ്പമില്ല. അത് വേണ്ട. വളരെ കറക്റ്റായിട്ട് ഒരു ഫ്രഷ് റെഡ് മാറ്റ് നമുക്ക് എൻട്രൻസിലിടാം. അത് ഉപയോഗിച്ചത് വേണ്ട. ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു റെഡ് മാറ്റ് എൻട്രൻസിലാണ്. അപ്പോൾ നമുക്ക് ആ ഒരു റെഡ് നമുക്ക് പൊതുവേ ഒത്തിരി പ്രോസ്പെരിറ്റി തരുന്ന ഒരു കളറായിട്ട് ഫംഗ്ഷനിൽ കണക്കാക്കുന്നത്. നമുക്കറിയാം ചൈനീസിന്റെ ഏത് ഐറ്റംസ് എടുത്താലും റെഡ് കളറിനൊരു പ്രാധാന്യം കൂടുതലായിരിക്കും. അപ്പോൾ ആ ഒരു റെഡ് കളർ ഉള്ള ഒരു മാറ്റ് നമുക്ക് എൻട്രൻസിലിടാം. അതുപോലെ നമുക്ക് അവിടെ ചെയ്യാവുന്ന മറ്റൊരു പരിഹാരം എന്ന് പറയുന്നത് ലക്കി ബാമ്പ് വയ്ക്കാം. ലക്കി ബാമ്പ് എന്തുകൊണ്ട് വെക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 9 എന്ന് പറയുന്ന സ്റ്റാർ ഒരു ഫയർ എലമെന്റ് ആണ്. അപ്പോൾ ഈ ഫയർ എലമെന്റിന്റെ കളർ എന്ന് പറയുന്നത് റെഡ് ആണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഒരു റെഡ് മാറ്റ് എൻട്രൻസിൽ കൊടുത്തത്. അതിനോടൊപ്പം തന്നെ നമ്മൾ അവിടെ ഒരു ബാമ്പ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫയറിനെ സപ്പോർട്ട് ചെയ്യുന്ന എലമെന്റ് ഏതാണ്? വുഡ് എലമെന്റ് ആണ്. അപ്പോൾ വുഡ് വരുമ്പോൾ എന്ത് ചെയ്യും? ഈ ഫയർ കത്താനുള്ള എനർജി കൂടും. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു ലക്കി ബാമ്പ് വേണമെങ്കിലും ആ ഭാഗത്ത് വയ്ക്കാം. അങ്ങനെ മാത്രമല്ല നമുക്ക് അവിടെ എൻട്രൻസ് ഉള്ളവർക്ക് അതിനെ ഒന്ന് എന്താ പറയുന്ന ഒരു പ്രോസ്പെരിറ്റിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒത്തിരി നമുക്ക് ചൈനീസ് ആയിട്ടുള്ള ഒത്തിരി ടൂളുകളുണ്ട്. നമുക്ക് പ്രോസ്പെരിറ്റി സിമ്പിൾസ് ആയിട്ടുള്ള അത് നമ്മളുടെ എൻട്രൻസിൽ ഹാങ് ചെയ്യുന്നത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സൈൻ നമ്മളിലേക്ക് കൊണ്ടുവന്ന് തരും. അപ്പോൾ നമ്മൾ ഒരു ദിക്കിനെ പറ്റിയാണ് സംസാരിച്ചത്, ഈസ്റ്റ് ആണ്. അവിടെ ബെഡ്റൂം വന്നാൽ എന്ത് ചെയ്യാൻ പറ്റും, എൻട്രൻസ് വന്നാൽ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മളിപ്പം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. നമ്മൾ ഏറ്റവും പ്രോസ്പെരിറ്റി ഉള്ള 9 എന്ന് പറയുന്ന ആ പർപ്പിൾ സ്റ്റാറിനെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇനി നമുക്ക് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന അപ്പുറത്തേന്, പക്ഷേ ഒരു പബ്ലിക്കായിട്ടുള്ള ഒരു യൂട്യൂബ് ചാനലിൽ പറയാൻ പറ്റാത്തതിന് അപ്പുറത്തോട്ടുള്ള ദോഷങ്ങൾ ഉളവാക്കുന്ന സ്റ്റാറാണ് ഈ 5 എന്ന് പറയുന്നത്. അത് ടോട്ടൽ ലോസ് ആണ്. ഇതിൽ എന്തൊക്കെ ലോസ് വേണമെങ്കിലും വരാം. അത്രയും പ്രശ്നക്കാരനാണ് 5 എന്ന് പറയുന്നത്. അത് നമുക്ക് പല വീടുകളുടെയും അനുഭവത്തിൽ നിന്ന് നമുക്കത് വളരെ ക്ലിയർ ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഞാനത് കൂടുതൽ പറഞ്ഞ് നിങ്ങളെ ബുദ്ധിമുട്ടിലേക്ക് കൊണ്ടുപോകുന്നില്ല. അപ്പോൾ ഈ 5 ഈ വർഷം വന്നിരിക്കുന്നത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോർത്ത് ഈസ്റ്റിലാണ്. അപ്പോൾ നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് 2025 വന്നിരിക്കുന്ന സ്റ്റാർ ഏതാണ്? 5 ആണ്. ഇതിന്റെ പേര് 5LO എന്നാണ് ഈ സ്റ്റാറിന്റെ പേര്. ഇത് ടോട്ടൽ ലോസ് ഉണ്ടാക്കും എന്നുള്ളതാണ്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കാത്ത ഒരു എനർജി ഈ ഒരു ടൈമില് ആ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഏരിയയിൽ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ സത്യം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ 9 എന്ന് പറയുന്ന സ്റ്റാർ നിൽക്കുന്ന സ്ഥലം, ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്കൊരു അത്തർ ഇരിക്കുന്ന സ്ഥലമാണെന്നിരിക്കട്ടെ. അവിടെ നമ്മൾ ചെന്നിരുന്നാൽ നമ്മളെ അത്തർ മണക്കും. അതേസമയം ഈ 5 എന്ന് പറയുന്ന സ്ഥലം എന്ന് പറയുന്നത് ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഒരു ചാണകം മെഴുകിയ അല്ലെങ്കിൽ ചാണകം ഇരിക്കുന്ന സ്ഥലമാണെന്ന് ഇരിക്കട്ടെ. അപ്പോൾ അതിൽ ചെന്നിരുന്നാൽ നമ്മൾ അതിൻ്റെ ഒരു സ്മെല്ല് നമ്മളടിക്കും, ചാണകം നാറും. മനസ്സിലായല്ലേ? എന്ന് പറയുന്നത് പോലെ രണ്ട് എനർജിയാണ് വയ്ക്കുന്നത്. അപ്പോൾ ഒന്ന് മണവും ഒന്ന് സ്മെല്ല് നാറ്റവുമാണ്. അപ്പോൾ നല്ല സ്റ്റാർ നിൽക്കുന്ന സ്ഥലത്ത് ഈ ഒരു പ്രോസ്പെരിറ്റി നമുക്ക് കിട്ടും. മോശം സ്റ്റാർ നിൽക്കുന്നിടത്ത് ഒരു നെഗറ്റീവ് ഫീൽസ് ആണ് ഉണ്ടാവുന്നത്. ഇത് നമുക്ക് കാണാൻ പറ്റില്ല, പക്ഷെ ഉറപ്പായിട്ടും അതിൻ്റെ ഒരു എനർജി അവിടെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ സംസാരിച്ച് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർത്ത് ഈസ്റ്റിനെ പറ്റിയാണ്. അപ്പോൾ നോർത്ത് ഈസ്റ്റിൽ വന്ന് നിൽക്കുന്ന സ്റ്റാർ ഏതാണ്? 5. ഇതിൻ്റെ സ്വഭാവം എന്താണ്? ടോട്ടൽ ലോസ് പ്ലസ് വേറെയും കാര്യങ്ങളുണ്ട്, അത് ഞാൻ പറയുന്നില്ല. ഓക്കെ, അപ്പോൾ ടോട്ടൽ ലോസിന്റെ ഒരു സ്റ്റാർ ആണ് അവിടെ വന്ന് നിൽക്കുന്നത്. ഇത് ആരെ ബാധിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ വീട്ടിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടായാലും സ്ഥാപനമായാലും ഫാക്ടറി ആയാലും കമ്പനി ആയാലും തിയേറ്റർ ആയാലും ഷോപ്പിംഗ് മാൾ ആയാലും എന്തായാലും ആ ബിൽഡിങ്ങിന്റെ നോർത്ത് ഈസ്റ്റ് ഭാഗം, അത് ദിക്കിലായാലും വിദിക്കിലായാലും കോമ്പസിൽ എവിടെ നോർത്ത് ഈസ്റ്റ് കാണിക്കുന്നു ആ ഭാഗത്ത് സ്റ്റാർ വന്ന് പെട്ടിട്ടുണ്ട്. ആ ഭാഗം അത് ഉറപ്പായിട്ടും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു ഏരിയയാണ്.
അപ്പോൾ ഇതിൽ ഫെങ്ഷുയിൽ പറയുന്ന പറഞ്ഞാൽ ഈ ഭാഗത്ത് യാതൊരു തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ പൊളിച്ചു മാറ്റലുകളോ അല്ലെങ്കിൽ ഒരു ആണിക്കുണ്ടാക്കുന്ന ഒരു വൈബ്രേഷൻ പോലും ഈ ഒരു വർഷം ആ ഭാഗത്ത് പാടില്ല എന്നാണ്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അടുത്ത 3 വർഷത്തേക്ക് അതിൻ്റെ ദോഷഫലങ്ങൾ നമ്മളെ ബാധിക്കാനായിട്ടുള്ള സാധ്യത ഉണ്ടെന്ന് ഫെങ്ഷുയിൽ പറയുന്നു. അപ്പോൾ അവിടെ ഒരു കാരണവും പാടില്ല. ഇനി അവിടെ ഒരു കാരണവശാലും അവിടെ തീ ഇടാൻ പാടില്ല. ഇപ്പം നമുക്ക് ഒരു വീട്ടിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ പുറത്ത് വടക്ക് കിഴക്ക് ഭാഗത്ത് ചിലർ അറിഞ്ഞോ അറിയാതെ ഒരു കാരണവശാലും വാസ്തുപ്രകാരം വടക്ക് കിഴക്ക് ഭാഗത്ത് തീ ഇടാൻ പാടില്ല. പക്ഷെ അറിഞ്ഞോ അറിയാതെയോ ആ ഭാഗത്ത് തീ കൂട്ടിയിട്ട് തീ കത്തിച്ചാൽ, അതായത് കരിയില കൂട്ടിയോ മറ്റുള്ള വേസ്റ്റോ ഇട്ട് കത്തിച്ചു കഴിഞ്ഞാലും ഈ 5 എന്ന് പറയുന്ന സ്റ്റാർ ആക്റ്റീവ് ആവും. അതുപോലെ തന്നെ ഈ ഒരു 45 ഡിഗ്രി ഉള്ള സ്ഥലത്ത് റെഡ്, ഓറഞ്ച്, പിങ്ക്, യെല്ലോ, ബ്രൗൺ, ഗ്രീൻ എന്നീ നിറങ്ങളും പാടില്ല. അതും നമ്മളെ സാരമായ രീതിയിൽ ബാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അടുത്തത് നമുക്ക് അവിടെ എന്ത് ടൂൾസ് ഉപയോഗിക്കാം എന്നുള്ളതാണ്. 5 എലമെന്റ് പഗോഡ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൂള് ആ ഭാഗത്ത് വെക്കുന്നത് ഈ ഒരു സ്റ്റാറിന് ഒരു പരിഹാരമായിട്ട് ഫെങ്ഷുയിൽ കാണുന്നുണ്ട്. അടുത്തത് നമുക്ക് ഏറ്റവും സൗഭാഗ്യം തരുന്ന മറ്റൊരു ഡയറക്ഷൻ എന്ന് പറയുന്നത് സൗത്ത് ഈസ്റ്റ് ആണ്. അപ്പോൾ ഈ സൗത്ത് ഈസ്റ്റിലേക്ക് ഇപ്പോൾ ഒരു സ്റ്റാർ വന്നിട്ടുണ്ട്. അത് നമുക്ക് തൊഴിൽപരമായിട്ട് ഒത്തിരി നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന നക്ഷത്രമാണ്. അപ്പോൾ സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് നമുക്ക് ഇപ്പോൾ ഈ വർഷം നല്ലൊരു സ്റ്റാർ വന്നിട്ടുണ്ട്. അത് തൊഴിൽപരമായിട്ട് നമുക്ക് അഭിവൃദ്ധി ഉണ്ടാവും. അപ്പോൾ അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു 6 റോഡിൻ്റെ ഒരു വിൻചയം അവിടെ സ്ഥാപിക്കാം. 6 റോഡിൻ്റെ ഒരു വിൻചയം സ്ഥാപിക്കുന്നത് നമുക്ക് തൊഴിൽപരമായിട്ട് നേട്ടങ്ങൾ ഉണ്ടാക്കും. അതുപോലെ തന്നെ ഡ്രാഗൺ ടർട്ടിൽ പ്ലസ് റൂയി എന്ന് പറഞ്ഞിട്ട് ഒരു ഫെങ്ഷു ടൂൾസും സൗത്ത് ഈസ്റ്റിൽ ഉപയോഗിക്കുന്നത് നമുക്ക് തൊഴിൽപരമായിട്ട് അഭിവൃദ്ധി ഉണ്ടാവാനായിട്ട് നല്ലതാണ്. ഈ ഭാഗത്ത് എൻട്രൻസ് ഉള്ളവർക്ക് ഈ വർഷം വളരെ ഗുണപ്രദമായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ ബെഡ്റൂം ഉള്ളവരെയും നല്ല രീതിയിൽ ഈ നക്ഷത്രം ഈ വർഷം സംരക്ഷിക്കും, പ്രോസ്പെരിറ്റികൾ തരും എന്നുള്ളൊരു കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അടുത്ത നമുക്ക് പ്രധാനപ്പെട്ടായിട്ടുള്ള മറ്റൊരു ദിക്കിലേക്ക് നമ്മൾ പോവുകയാണ്. അതെന്ന് പറയുന്നത് സൗത്ത് വെസ്റ്റ് ആണ്, അതായത് കന്നിമൂലയാണ്. കന്നിമൂലയിൽ വളരെ പ്രോസ്പെരിറ്റി ആയിട്ടുള്ള ഒരു സ്റ്റാർ ആയിട്ട് വന്നിരിക്കുന്നത്. ഇത് നമുക്ക് പിന്നെ കുടുംബത്തിന്റെ ഐക്യത്തിനും സമ്പത്ത് ഉണ്ടാവാനൊക്കെ നല്ലതാണ്. അപ്പം നമുക്ക് പിന്നെ ഈ ഭാഗത്ത് വന്നിരിക്കുന്ന സ്റ്റാർ എന്ന് പറയുന്നത് നമുക്ക് ഒത്തിരി പ്രോസ്പെരിറ്റി തരുന്ന ഒരു സ്റ്റാർ ആണ്. ഈ ഭാഗം നമുക്ക് എങ്ങനെ ആക്ടിവേഷൻ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ക്രിസ്റ്റൽ ബോളുകൾ ആ ഭാഗത്തോട്ട് ഹാങ് ചെയ്യാം. അങ്ങനെ നമുക്ക് ഈ ഭാഗത്തെ ആക്ടിവേഷൻ ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് കേരളത്തിൽ ഭൂരിഭാഗം വീടുകളിലും സൗത്ത് വെസ്റ്റ് ഭാഗത്ത് ബെഡ്റൂമാണ്. അപ്പോൾ കഴിഞ്ഞ വർഷം അവിടെ വന്നിരിക്കുന്ന സ്റ്റാർ ഏറ്റവും പ്രോസ്പെരിറ്റി ഉള്ള ഒരു സ്റ്റാർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വർഷവും അവിടെ നല്ല സ്റ്റാർ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ 2 കൊല്ലങ്ങൾ സൗത്ത് വെസ്റ്റ് ബെഡ്റൂം ഉപയോഗിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി ഗുണപ്രദമായിട്ടുള്ള ഒരു പക്ഷമാണ് ഈ വരുന്നത്. അപ്പോൾ സൗത്ത് വെസ്റ്റ് നമുക്ക് ക്രിസ്റ്റൽ ബോൾസ് ഉപയോഗിച്ച് കറക്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് വെസ്റ്റാണ്. വെസ്റ്റിൽ വന്നിരിക്കുന്നതെന്ന് പറയുന്നത് ഏറ്റവും പിന്നെ വിദ്യാഭ്യാസത്തിന് ഏറ്റവും പറ്റിയ സ്റ്റാറായ 4 വെസ്റ്റ് ഭാഗത്ത് വന്നിരിക്കുന്നത്. ഇത് വിവാഹപ്രായമായവർക്ക് വിവാഹം നടക്കാനായിട്ട് ഈ ബെഡ്റൂം യൂസ് ചെയ്യുന്നത് വളരെ വളരെ പ്രയോജനമാണ് ഈ വർഷം എന്ന് പറയുന്നത് 2025. അപ്പം നമുക്ക് അവിടെ ബെഡ്റൂം വിവാഹപ്രായമായവർക്ക് ഉപയോഗിക്കുന്നത് വിവാഹത്തിൽ നടക്കാനുള്ള സാധ്യതകൾ വളരെ വളരെ കൂടുതലാണ്. അതുപോലെ വിദ്യാഭ്യാസത്തിന്റെ സ്റ്റാറായിട്ടും ഈ 4നെ കണക്കാക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ ഭാഗത്തിരുന്ന് കുട്ടികൾ പഠിക്കുന്നതും ഈ ഭാഗത്ത് കിടക്കുന്നതും ഒക്കെ വിദ്യാഭ്യാസപരമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കും 2025 സംബന്ധിച്ചിടത്തോളം. നമുക്ക് അവിടെ ഒരു ഡ്രാഗൺ ഗേറ്റ് ആ ബെഡ്റൂമിന്റെ പുറത്ത് ഭാഗത്തായിട്ട് നമുക്ക് അവിടെ സൂക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ പഗോഡ ടവറിന്റെ സ്റ്റാച്യു നമുക്ക് ആ ഭാഗത്ത് വെക്കാവുന്നതാണ്. അടുത്തത് നമ്മൾ പോകുന്നതെന്ന് പറയുന്നത് നോർത്ത് ഭാഗത്തിലേക്കാണ്. അതായത് പറ്റിപ്പിന്റെയും കടബാധ്യതയുടെയും സാധ്യതകളുള്ള ഒരു വർഷമാണ് വടക്ക് ദർശനമുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഈ വർഷം വരുന്നത്. ഇത് 100 വീടുകളിലും ഇതുപോലെ സംഭവിക്കണമെന്നില്ല. ഭൂരിഭാഗം വീടുകളിലും ഇങ്ങനെ സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഇത് പറഞ്ഞപ്പോഴാണ് മറ്റൊരു കാര്യം ഓർമ്മ വന്നത്. കഴിഞ്ഞ വർഷം ഞാൻ ഇതുപോലെ യൂട്യൂബിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ 2024 തെക്ക് ദർശനമുള്ളവർക്ക് മോഷ്ടിക്കപ്പെടാനും പറ്റിക്കപ്പെടാനും സാധ്യതയുള്ള ഒരു വർഷമാണ്. നിങ്ങൾ വളരെ ശ്രദ്ധിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കേട്ടിട്ട് തൃശ്ശൂരിൽ നിന്ന് ഒരു ലേഡി എന്നെ വിളിച്ചിട്ട് ഇപ്പോൾ വിളിച്ചിട്ട് ഒരു 2 ആഴ്ച ആയതേ ഉള്ളൂ. വിളിച്ചിട്ട് പറഞ്ഞു, സാറേ ഇതണക്ക് എനിക്ക് ഒരു പിന്നെ പ്രശ്നം ഇതുപോലെ ഉണ്ടായി, സാറിൻ്റെ പ്രോഗ്രാം ഞാൻ കേട്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അവരുടെ വീട്ടിൽ നിന്നും ഒരു പിന്നെ ബിസിനസ് ആവശ്യത്തിനായിട്ട് വെച്ചിരുന്ന നല്ലൊരു എമൗണ്ട് ഒരാൾ മോഷ്ടിച്ചുകൊണ്ട് പോയിട്ട് അവർക്ക് ഒരു നല്ലൊരു സംഖ്യ കടബാധ്യതയായി. അപ്പോഴത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്
ഇവര് ഈ സ്ഥലത്തല്ല ഇത് സംഭവിച്ചത്, പുറത്തെ രാജ്യത്താണ് സംഭവിച്ചത്. അതുകൊണ്ട് ഇവർക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു കണ്ടീഷനിലേക്ക് പോയി. അപ്പോഴത്തേക്ക് അത്തരത്തിലുള്ള ഒരു ഭീമമായ നഷ്ടം, അല്ലെങ്കിൽ സാറ് പറഞ്ഞതുപോലെ നമ്മളുടെ സമ്പത്ത് മറ്റൊരാൾ മോഷ്ടിക്കപ്പെട്ടു. പക്ഷേ ഇവർക്കൊന്നും ചെയ്യാൻ വയ്യാത്തൊരു കണ്ടീഷനിലാണ് നിൽക്കുന്നത്. ആ ആള് രാജ്യം വിട്ടു പോയതിനാൽ ഇദ്ദേഹത്തെ പിടിക്കാനോ മറ്റോ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഇവർക്ക് എന്ത് സംഭവിച്ചു? പൈസയെ നഷ്ടപ്പെട്ടു. വലിയൊരു കടബാധ്യതയിലേക്ക് ഇവർ ചെന്ന് പെടുകയും ചെയ്തു. 22 ഞാൻ ഇതുപോലെ യൂട്യൂബിൽ പറഞ്ഞു, വടക്കു പടിഞ്ഞാറ് പ്രധാന വാതിലുള്ളവർക്ക് ഈ വർഷം ടോട്ടൽ ലോസിൻ്റെ ഒരു വർഷമാണ്, വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു വർഷമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അവർ അതിൻ്റെ ഏകദേശം ആ വർഷം തീരാനായിട്ട് പോകുന്നു. പിന്നെ 2 മാസങ്ങളാണ്ടേ ഉള്ളൂ. അപ്പോൾ അവർ പുറത്ത് കുവൈറ്റിലോ അവിടെ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരെന്നെ വിളിച്ചു, ഒരു ലേഡിയാണ് വിളിച്ചിട്ട് പറഞ്ഞു, സാറിൻ്റെ വീഡിയോ ഞാൻ ഇപ്പോഴാണ് കണ്ടത്, എനിക്കൊരു വലിയ പ്രശ്നമുണ്ടായി. ഞാൻ താമസിക്കുന്ന ഫ്ലാറ്റിൻ്റെ നോർത്ത് വെസ്റ്റ് ഭാഗത്തായിരുന്നു എൻ്റെ മെയിൻ എൻട്രൻസ് നിന്നത്. അപ്പോൾ ഇവിടെ ഈ 5ഉം ഇവിടെയും വന്നിട്ടുണ്ടല്ലോ സാറേ. അപ്പോൾ ഈ 5 എനിക്ക് വലിയ ലോസ് തന്നു. ഞാനൊരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യായിരുന്നു. എനിക്കൊരു 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ സാലറി ഉണ്ടായിരുന്നു. ഈ ടൈമിൽ എൻ്റെ ജോലി പോയി. ഇപ്പോൾ ഞാൻ ഒരു 30,000 രൂപയോളം ശമ്പളത്തിന് വേറൊരു സാധാ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ സ്റ്റാറുകൾ അതാത് സ്ഥലത്ത് അതിൻ്റെ കറക്റ്റ് സ്വഭാവം കാണിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ 1-2 അനുഭവങ്ങൾ ഇങ്ങനെ പറഞ്ഞത് നിങ്ങളുമായി പങ്കുവെച്ചതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് വടക്ക് വശം ഈ വശം വരുന്ന സ്റ്റാർ എന്ന് പറയുന്നത് പറ്റിപ്പിനും കടബാധ്യതയ്ക്കും നമ്മളെ നിന്ന് മോഷ്ടിക്കപ്പെടാനും സാധ്യത ഉള്ളൊരു വർഷമാണ്. എല്ലാവർക്കും ഇത് സംഭവിക്കുന്നത് യാതൊരു നിർബന്ധവുമില്ല. പക്ഷേ ഇതിനൊരു സാധ്യത ഉണ്ട്. ഇതെല്ലാം സാധ്യതകളാണ്. ഇത് നമുക്ക് മുൻകൂട്ടി അറിയാൻ പറ്റും. അപ്പോഴത്തേക്ക് അതിനെ നമ്മളൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇങ്ങനൊരു സാധ്യത ഉള്ളത് കൊണ്ട് അതിന് നമ്മളൊരു മുൻകരുതൽ എടുക്കുക, അത്രയേ ഉള്ളൂ. ഏത് സ്റ്റാർ വന്നാലും ആ സ്റ്റാറിനെ നമുക്ക് മാറ്റാൻ പറ്റില്ല. ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല, പോകുമെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ തള്ളിക്കളയാൻ പറ്റത്തില്ല. ആ സ്റ്റാർ എന്തായാലും ആ പർട്ടിക്കുലർ സ്ഥലത്ത് വന്നിരിക്കും. പക്ഷേ അതിനെ നമുക്ക് ക്യൂർ ചെയ്യാൻ പറ്റും. മോശം സ്റ്റാർ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ എനർജി കുറയ്ക്കാൻ പറ്റും. നല്ല സ്റ്റാർ ആണെങ്കിലോ അതിൻ്റെ ഇത് കൂട്ടാൻ പറ്റും. അപ്പോൾ നമ്മൾ നേരത്തെ സംസാരിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ്റ്റിൽ നമുക്ക് നല്ല സ്റ്റാർ വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇന്ന ടൂളുകൾ ഉപയോഗിച്ചാൽ, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ ഉപയോഗിച്ചാൽ ആ ഒരു പ്രോസ്പെരിറ്റി വർദ്ധിക്കും. അപ്പോൾ ഈ ഇപ്പോൾ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർത്ത് ഈസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മോശം സ്റ്റാർ വന്നു. അപ്പോൾ അവിടെ നമ്മളൊരു എലമെന്റ് ഉപയോഗിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു വീര്യം കുറയും. അപ്പം നല്ല നക്ഷത്രങ്ങളുടെ സൗഭാഗ്യത്തെ പരമാവധി വർദ്ധിപ്പിക്കുകയും മോശം നക്ഷത്രങ്ങളുടെ എനർജിയെ കുറയ്ക്കുകയാണ് ഫെങ്ഷുയിലൂടെ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം നമുക്ക് പൊളിച്ചു മാറ്റലുകളും മറ്റൊന്നും ഇല്ലാതെ ഇതിനെ കറക്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് നോർത്തിനെ പറ്റി. നോർത്തിൽ വന്നിരിക്കുന്നത് റോബറി സ്റ്റാർ ആണ്. അവിടെ നമുക്ക് എൻട്രൻസ് ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം ഒരു ബ്ലൂ മാറ്റ് ഇടാം. ബ്ലൂ മാറ്റ് ഇടാന്ന് പറഞ്ഞാൽ മിനിമം ഒരു 4 സ്ക്വയർ ഫീറ്റ് എങ്കിലും വേണം. അത്തരത്തിലുള്ള ഒരു ബ്ലൂ മാറ്റ് ഇടാം. അവിടെ നമുക്ക് വേണമെങ്കിൽ ഒരു പ്ലാന്റ് വെക്കാം. ഒരു ലക്കി ബാമ്പു പോലുള്ള ഒരു പ്ലാന്റ് നമുക്ക് ആ ഭാഗത്ത് വെക്കാം. അപ്പോഴത്തേക്ക് എന്നിട്ട് ബ്ലൂ റൈനോ എലിഫന്റ് എന്ന് പറയുന്ന ഒരു സ്റ്റാച്യു ഈ ഡയറക്ഷനിലേക്ക് നോക്കി വെക്കാം. ഇപ്പം ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നത് ഈ ഒരു നക്ഷത്രത്തിൻ്റെ വീര്യം കുറയ്ക്കാനും അതിൻ്റെ ദോഷഫലം കുറയ്ക്കാനും നമുക്ക് ഫെങ്ഷുയിലായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടിൻ്റെ സെൻട്രൽ ഭാഗത്ത് വന്നിരിക്കുന്ന നക്ഷത്രം. വീടിൻ്റെ സെൻട്രൽ ഭാഗത്ത് ഈ വർഷം വന്നിരിക്കുന്ന നക്ഷത്രം എന്ന് പറയുന്ന അസുഖങ്ങൾ ഉണ്ടാക്കുന്ന ഒരു നക്ഷത്രമായിട്ടാണ് ഫെങ്ഷുയിൽ തന്നെ കണക്കാക്കുന്നത്. അപ്പോഴത്തേക്ക് അതിന് നമുക്ക് എന്ത് ക്യൂർ ചെയ്യാം? നമുക്ക് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയയാണ് വീടിൻ്റെ മിഡിൽ പോർഷൻ എന്ന് പറയുന്നത്. കാരണം ഭൂരിഭാഗം വീടുകളിൽ നമുക്കറിയാം വീടിൻ്റെ മിഡിൽ ഭാഗം എന്ന് പറയുന്നത് ഒന്നുകിൽ ലിവിങ്ങോ അല്ലെങ്കിൽ ഡൈനിങ്ങോ ആയിരിക്കും. അപ്പോൾ ആ മിഡിലേക്ക് വന്നിരിക്കുന്ന സ്റ്റാർ എന്ന് പറയുന്നത് ഏതാണ്? ഇൽനസ് സ്റ്റാർ ആണ്. അപ്പോൾ അത് നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു നക്ഷത്രമാണ്. അപ്പോൾ അതിന് നമുക്ക് എങ്ങനെ ക്യൂർ ചെയ്യാന്നുള്ളതാണ്. അതിന് നമുക്ക് ക്യൂർ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ബ്രാസ് ഐറ്റംസ് ഉപയോഗിക്കാം. അതുപോലെ നാച്ചുറൽ ആയിട്ടുള്ള ഉലു അങ്ങനെയുള്ള സാധനങ്ങൾ, 6 മെറ്റൽ കോയിൻസ്, ഇതൊക്കെ ആ ഭാഗത്ത് ഉപയോഗിച്ചുകൊണ്ട് ഇതിനൊരു പരിഹാരം ചെയ്യാം. അതുപോലെ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും വീടിൻ്റെ മിഡിൽ പോർഷനിൽ റെഡ് കളർ പാടില്ല. ഇത് ഞാൻ എടുത്തു പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2024 ഞാൻ പറഞ്ഞായിരുന്നു, ഈ വർഷം നിങ്ങളുടെ വീട്ടിൽ കലഹത്തിനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഒരു മോശം സ്റ്റാർ ആണ് വീടിൻ്റെ സെൻട്രൽ ഭാഗത്ത് വന്ന് നിൽക്കുന്നത്. അതുകൊണ്ട് 4 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു റെഡ് മാറ്റ് നിങ്ങളുടെ വീടിൻ്റെ മിഡിൽ പോർഷനിൽ ഇടാനായിട്ട് ഞാൻ കഴിഞ്ഞ കൊല്ലം പറഞ്ഞിട്ടുണ്ട്. അത് ഇട്ടിട്ടുള്ളവർ ഉറപ്പായിട്ടും എത്രയും പെട്ടെന്ന് അത് മാറ്റണം. മാറ്റിയതിന് ശേഷം അവിടെ നമുക്ക് ഈ ബ്രാസ് ഐറ്റംസ്, 6 മെറ്റൽ കോയിൻസ്, നാച്ചുറൽ ഉലു, കലാവാഷ് എന്നിവ ആ ഭാഗത്ത് നമുക്ക് വെക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഒരു വിൻചെയിമും അവിടെ തൂക്കുന്നത് നല്ലതായിരിക്കും. 6 റോഡിൻ്റെ വിൻചെയിമും തൂക്കുന്നത് നല്ലതായിരിക്കും. അടുത്ത നമ്മൾ പറയാതെ വിട്ടുപോയിട്ടുള്ള മറ്റൊരു ഭാഗം എന്ന് പറയുന്നത്
സൗത്തിൽ എന്ന് പറയുമ്പോഴത്തേക്ക് സൗത്തിൽ ഈ വർഷം ഈശ്വരാധീനമുള്ളൊരു നക്ഷത്രമാണ് വന്നിരിക്കുന്നത്. അത് നമുക്ക് ഒത്തിരി സപ്പോർട്ടിങ് തരുന്നൊരു നക്ഷത്രമാണ്. അപ്പോൾ നമുക്ക് തെക്ക് വശത്ത് പ്രധാന വാതിലോ തെക്ക് വശത്ത് ബെഡ്റൂമോ ഉള്ളവർക്ക് ഈ വർഷം ഈശ്വരാനുഗ്രഹം കൂടുതലുള്ള ഒരു വർഷമാണ്. അവർ ദൈവീക കാര്യങ്ങളിൽ കൂടുതലായിട്ട് ശ്രദ്ധ ചെലുത്താനായിട്ടുള്ളൊരു സാധ്യതയുണ്ട്. അതിനോടൊപ്പം തന്നെ നമുക്ക് കുറച്ച് ടെൻഷൻ ഉണ്ടാക്കും. അത് ടെൻഷൻ ഉണ്ടാക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഒരു എന്താ പറയുന്ന ഒരു ദൈവിക സപ്പോർട്ടിംഗ് ഉള്ള ഒരു സ്റ്റാറാണ് വന്നിരിക്കുന്നതെങ്കിൽ പോലും കുറച്ച് ടെൻഷനുള്ള സാധ്യത ഉണ്ടാക്കും. അപ്പം ഈ സ്റ്റാർ പോസിറ്റീവ് ആയിട്ടുള്ള സ്റ്റാറാണ്. അതിന് പ്രത്യേകിച്ച് നിങ്ങൾ റെമഡി ഒന്നും ചെയ്യണ്ട. പിന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ദിക്കിലാണ് നിങ്ങൾ കിടക്കുന്നത്, ഈ ഒരു ദിക്കിലാണ് നിങ്ങളുടെ എൻട്രൻസ്, നിങ്ങൾക്ക് ടെൻഷൻ കൂടുതലാണെന്നുണ്ടെങ്കിൽ ഒരു 4 സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു ബ്ലൂ മാറ്റ് ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് ഇടാവുന്നതാണ്. എവിടെയാണ്? സൗത്തിൽ. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർത്ത് വെസ്റ്റ് കോർണറാണ്. നോർത്ത് വെസ്റ്റ് കോർണറിലേക്ക് വന്നിരിക്കുന്ന സ്റ്റാർ എന്ന് പറയുന്നത് 3 3 കലഹത്തിൻ്റെ നക്ഷത്രമാണ്. അപ്പം ഈ ഭാഗത്ത് പ്രധാന വാതിലുള്ളവർക്ക് ഈ വർഷം പൊതുവെ കുറച്ച് കേസ്, വഴക്ക് എന്നിവയ്ക്കൊക്കെ ഉള്ള സാധ്യത കൂടുതലായിരിക്കും. അപ്പം അത്തരത്തിൽ ആ ഭാഗത്ത് പ്രധാന വാതിലുള്ളവർക്കും ബെഡ്റൂം ഉള്ളവർക്കും ഇത്തരത്തിലുള്ളൊരു സാധ്യതയുള്ള വർഷമാണെന്ന് സ്വയം മനസ്സിലാക്കിക്കൊണ്ട് അത്തരത്തിൽ എന്തെങ്കിലും സാഹചര്യങ്ങൾ ഉണ്ടായാൽ കഴിയുന്നതും മൗനം പാലിച്ച് സംയമനം പാലിച്ച് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ അത് കുറച്ച് രൂക്ഷമായിട്ടുള്ള ഇത്തരം കേസ്, വഴക്ക് കാര്യങ്ങളിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം നിങ്ങൾ ആ ഒരു ദിക്കിനെ ഒന്ന് പരിഗണിക്കണം. നിങ്ങൾക്ക് അവിടെ എൻട്രൻസോ അവിടെ ബെഡ്റൂമോ ആണെന്നുണ്ടെങ്കിൽ മിനിമം 4 സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു റെഡ് കാർപ്പറ്റ് ഈ ഭാഗത്ത് നിങ്ങൾക്ക് ഇടാവുന്നതാണ്. അത് അല്ലെങ്കിൽ ഒരു ഫയർ ബോൾ ആ ഭാഗത്ത് വെക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഏകദേശം 8 ദിക്കുകളും ബ്രഹ്മസ്ഥാനവും കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഓരോ വീടിനെയും ഇപ്പോൾ ഇതിനകത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാനൊരു വീടിനെ പറ്റിയാണ് സംസാരിച്ചത്. ഇതേ അവസ്ഥ തന്നെയാണ് ദിക്കിനെ ബേസ് ചെയ്തിട്ട് ഫ്ലാറ്റിലാണെങ്കിലും ഒരു ഷോപ്പിലാണെങ്കിലും ഒരു കമ്പനിയിലാണെങ്കിലും ഏതൊരു ബിൽഡിങ്ങിലാണെങ്കിലും ഇത് തന്നെയാണ്. ഇതിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത അല്ലെങ്കിൽ ചില വ്യത്യാസങ്ങൾ ഉണ്ടാവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അഡ്വാൻസ് തിയറിയായ ഫ്ലൈയിങ് സ്റ്റാറും കൂടെ നോക്കുക. ഇതിപ്പം ഈ വർഷം വന്നിരിക്കുന്ന നക്ഷത്രത്തെ പറ്റിയാണ് സംസാരിച്ചത്, അതേ നമുക്ക് പറയാൻ പറ്റൂ. ഇതിനോടൊപ്പം തന്നെ ആനുവൽ സ്റ്റാർ ആണ് നമ്മൾ സംസാരിച്ചത്. ഇതിനോടൊപ്പം തന്നെ ഫ്ലൈയിങ് സ്റ്റാർ ഉണ്ട്. അത് നിങ്ങൾ വീട് വെച്ചപ്പോൾ മുതൽ വീടിൻ്റെ ഓരോ ദിക്കിലും വന്നിരിക്കുന്ന സ്റ്റാറുകളാണ്. അതെന്താണ്? അതിനും ഇതുപോലുള്ള സ്വഭാവങ്ങളുണ്ട്. ഇതിനേക്കാൾ കുറച്ചും കൂടെ ഇതായിട്ടുള്ളത്, കാരണം അതാണ് അതിൻ്റെ ആ വീടിന്റെ സ്ഥിരമായിട്ടുള്ള ആൾക്കാരെന്ന് പറയുന്നത് ഈ ഫ്ലൈയിങ് സ്റ്റാർ നമ്പേഴ്സ് ആണ്. ആനുവൽ സ്റ്റാർ നമ്പേഴ്സ് വർഷാവർഷം ചേഞ്ച് ആയി പോകുന്നതാണ്. അത് ഈ വർഷം ഒരു ദിക്കിൽ വന്നു, അടുത്ത വർഷം ഡയറക്ഷൻ. മറ്റേ ഫ്ലൈയിങ് സ്റ്റാർ എന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ട് അതാത് ദിക്കിൽ തന്നെയാണ്. അപ്പോൾ അതെന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കണം. അതിനെ നിങ്ങൾക്ക് ക്യൂർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഒരു ഫെങ്ഷി കൺസൾട്ടന്റ് സേവനം നിങ്ങൾക്ക് ആവശ്യമാണ്. ഒരു ഫെങ്ഷി കൺസൾട്ടന്റിനെ കൊണ്ട് നിങ്ങളുടെ വീടിന്റെ കൃത്യമായിട്ടുള്ള പ്ലാൻ എടുക്കുക, എന്നിട്ട് അതിന്റെ ചാർട്ടാക്കുക. ചാർട്ടാക്കിയിട്ട് ഓരോ ഡയറക്ഷൻ എവിടെ മുതൽ എവിടം വരെ ഉണ്ട്, അവിടെ ഏത് സ്റ്റാർ വന്നിരിക്കുന്നു, അത് നിങ്ങളുടെ ജീവിതത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു, എന്നിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അതിനെ ക്യൂർ ചെയ്യുക. അപ്പോൾ പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് അതിജീവിക്കാനും സൗഭാഗ്യങ്ങളെ കൂട്ടാനും അതിലൂടെ സാധിക്കും. അതിനെ ഫ്ലൈയിങ് സ്റ്റാർ എന്നും ഇതിനെ ആനുവൽ സ്റ്റാർ എന്നും പറയും. ഇത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഇനി എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യക്തികളെ സംബന്ധിച്ചിടത്ത് പറയാണ്. ഇപ്പം നമുക്ക് എല്ലാവർക്കും ഒരു ഗ്രിഡ് ഉണ്ട്. ആ ഒരു ലോഷു ഗ്രിഡ് ഉണ്ട്. ആ ലോഷു ഗ്രിഡിൽ നമുക്ക് എല്ലാവർക്കും ഒരു സ്ഥാനമുണ്ട്. അപ്പോൾ ഓരോ കൂവാനമ്പർക്കാർക്കും ഈ വർഷം എങ്ങനെ ആയിരിക്കും എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. പ്രവചനം പോലെ പറയുന്നതല്ല. ഈ സ്റ്റാറുകൾ വന്നിട്ട് ഇവരെ ഈ രീതിയിൽ എങ്ങനെ ബാധിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ നമ്മുടെ കൺസൾട്ടിങ് ചെയ്തിട്ട് ഈ ഓരോ വ്യക്തികളുടെ അടുത്തും നമ്മൾ ഇതിനെപ്പറ്റി പറയുമ്പോൾ ഇത് അതാത് വർഷം അവർക്ക് ഇതേ അനുഭവങ്ങൾ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കും ഇതൊന്ന് ശ്രദ്ധിക്കാവുന്നതാണ്. ഇത് ഓരോ വ്യക്തികളെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതാണ്. അതായത് 2025 നമുക്ക് ഓരോ വ്യക്തികളെയും ഇത് എങ്ങനെ ആനുവൽ സ്റ്റാർ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. അതിന് നമുക്ക് ഇത് എങ്ങനെയാണ് എന്നെ ബാധിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഓരോ വ്യക്തിയും സ്വയം മനസ്സിലാക്കേണ്ടതാണ് ഞാൻ പറയുന്നത്. നിങ്ങളുടെ കുവാ നമ്പർ എത്രയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇപ്പോൾ ഫെങ്ഷുവൽ കുവാ നമ്പർ എന്ന് പറയുന്നതാണ്. അപ്പോൾ നമ്മുടെ പ്രോഗ്രാംസ് സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് എന്താണ് കുവാ നമ്പർ എന്നുള്ളത് ബോധ്യമാവും. അതല്ല, ഈ പ്രോഗ്രാം ആദ്യമായിട്ട് കാണുന്നവർക്കാണെങ്കിൽ കുവാ നമ്പർ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എടുക്കുക. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഇപ്പോൾ 30/5/1975 ആണെന്ന് കൂട്ടിക്കോ. 30/5/1975 ആണെന്ന് കൂട്ടിക്കോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ 75 എന്ന് പറയുന്ന വർഷത്തിലാണ് ജനിച്ചത്. അപ്പം 7ഉം 5ഉം കൂടെ കൂട്ടണം. അപ്പോൾ അതായത് അവസാനത്തെ 2 ഡിജിറ്റിൽ 1975 ലാസ്റ്റ് ഡിജിറ്റിൽ 7ഉം 5ഉം കൂടെ കൂട്ടുന്നു. 7ഉം 5ഉം കൂടെ കൂട്ടുമ്പോൾ 7ഉം 5ഉം 12 കിട്ടും. 12 കിട്ടുമ്പോൾ അതിനെ വീണ്ടും കൂട്ടുന്നു, 3 കിട്ടും. 10 എന്ന് പറയുന്ന ഒരു കോമൺ ആയിട്ടുള്ള നമ്പറിൽ നിന്നും നിങ്ങൾക്ക് ഈ കൂട്ടി കിട്ടിയ സംഖ്യയെ കുറയ്ക്കുന്നു.
അപ്പോഴത്തേക്ക് അതായത് നിങ്ങൾക്ക് കൂട്ടി കിട്ടിയ സംഖ്യ 3 10ൽ നിന്ന് 3 കുറയ്ക്കുമ്പോൾ നിങ്ങൾക്ക് 7 പിടികിട്ടും. 7ആണ് നിങ്ങളുടെ കുവാ നമ്പർ. അപ്പോൾ നിങ്ങളുടെ കുവാ നമ്പർ, ഇതൊരു ജെൻസിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ കുവാ നമ്പർ 7. അപ്പോൾ നിങ്ങളുടെ കുവാ നമ്പർ എത്രയാണെന്ന് മനസ്സിലായല്ലോ, 7. ഇനി ഇത് ഒരു സ്ത്രീക്കാണെന്ന് കരുതട്ടെ. ഇതേ ഡേറ്റ് ഓഫ് ബർത്ത് 30/5/1975. അപ്പോൾ അവരുടെ അവസാനത്തെ 2 ഡിജിറ്റിൽ കൂട്ടുന്നു. 7ഉം 5ഉം 12. 12 വരുമ്പോൾ 3 വരും. അപ്പൊ നേരത്തെ നമ്മൾ പുരുഷന് 10ൽ നിന്നാണ് ഈ 3 കുറച്ചത്. അപ്പോൾ നമുക്ക് കുവാ നമ്പർ എത്ര കിട്ടി? 7 കിട്ടി. അതേസമയം ഇവിടെ സ്ത്രീയാണ്. സ്ത്രീക്കാണെങ്കിൽ ഈ കിട്ടിയ അവസാനം കിട്ടിയ 2 പേർക്കും 3 തന്നെയാണ്. ആ 3ൽ നിന്നും 5 പ്ലസ് ചെയ്യും. അപ്പം 3 + 5 = 8 വരും. അപ്പം ഈ സ്ത്രീക്കാണെങ്കിൽ കുവാ നമ്പർ എത്ര കിട്ടി? 8 കിട്ടി. പുരുഷനാണെങ്കിലോ 7 കിട്ടി. അപ്പോൾ കുവാ നമ്പർ കണ്ടുപിടിക്കുന്ന രീതി നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഇനി ഇത് 2000 തൊട്ട് ഉള്ള ആണെങ്കിൽ ഇതിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. ഞാൻ ഫെങ്ഷുയുടെ ഒരു ക്ലാസ് പോലെ നിങ്ങൾക്ക് വളരെ പ്രയോജനമായ രീതിയിൽ ഞാൻ പറയുകയാണ്. ഇത്രയൊന്നും ആരും പറഞ്ഞു തരില്ല. അപ്പോൾ ഇത് 2000 തൊട്ട് ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് എങ്ങനെ കണ്ടുപിടിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പം ഞാനത് എടുത്തു പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചില വീടുകളിൽ നമ്മൾ കൺസൾട്ടിങ്ങിന് പോകും. കൺസൾട്ടിങ്ങിന് പോകുമ്പോഴത്തേക്കും കൺസൾട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അപ്പം നമ്മളിത് യൂട്യൂബിൽ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഈ കുവാ നമ്പർ എടുക്കുന്ന രീതി. അപ്പോൾ അവിടുത്തെ കുട്ടിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് അറിയും. കുട്ടിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് പറയുമ്പോഴത്തേക്ക്, സാറേ എൻ്റെ മോൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് 10/10/2010. ആ പുള്ളിയുടെ കുവാ നമ്പർ എത്രയാണെന്ന് ചോദിക്കും. അപ്പോൾ 10ാം തീയതി 10ാം മാസം 2010. ഞാനൊരു ഉദാഹരണം പറയുന്നത്. അപ്പം 2010 നമുക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ അവസാനത്തെ 2 ഡിജിറ്റിൽ നിങ്ങളെ കൂട്ടണം. ഇയറിന്റെ ഡേറ്റിലാണ് കൂട്ടുന്നത്. ഇയറിന്റെ ഡേറ്റിൽ കൂട്ടുമ്പോൾ 10 വന്നിരിക്കുന്നത്. അപ്പോൾ 1 + 0 = 1. അപ്പോൾ 9ൽ നിന്നാണ് കുറയ്ക്കേണ്ടത്. 2000ന് മുകളിൽ നമ്മൾ എവിടെ നിന്ന് കുറച്ചു? 10ൽ നിന്ന് കുറച്ചു. 2000 തൊട്ട് നമ്മൾ എവിടെ നിന്ന് കുറയ്ക്കണം? 9ൽ നിന്ന് കുറയ്ക്കണം. 9ൽ നിന്ന് ഈ പറയപ്പെടുന്ന 10 പറഞ്ഞു 1 കുറയ്ക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടി? 8 കിട്ടി. അപ്പോൾ കുവാ നമ്പർ 8. അപ്പോൾ ചിലർ ചോദിക്കും, അതെങ്ങനെ സാറേ കുവാ നമ്പർ 8 കിട്ടിയത്? കുവാ നമ്പർ 9 അല്ലേ? അപ്പോൾ അവർ നേരത്തെ 10ൽ നിന്നുള്ള കണക്കാണ് വെച്ചേക്കുന്നത്. ഈ 2000 കഴിയുമ്പോൾ ഇത് മാറോ എന്നുള്ളത് അവർക്കറിയില്ല. അതുകൊണ്ടാണ് അവർ ആ ചോദ്യം ചോദിച്ചത്. അപ്പോൾ ഇത് കാണുന്നവർക്ക് ആ ഒരു കൺഫ്യൂഷൻ വരണ്ട എന്ന് കരുതിയിട്ടാണ് ഇതും കൂടെ പറഞ്ഞത്. അപ്പോൾ 2000-ലാണെന്നുണ്ടെങ്കിൽ 9ൽ നിന്നാണ് മൈനസ് ചെയ്യേണ്ടത്. ഇനി പെൺകുട്ടിയാണെങ്കിലോ, നമ്മൾ നേരത്തെ 5ൽ നിന്നാണ് പ്ലസ് ചെയ്തത്. ഇത് 6 കൊണ്ട് പ്ലസ് ചെയ്യണം. അപ്പോഴത്തേക്ക് ഈ 2000 ഇതേ ഡേറ്റ് ഓഫ് ബർത്ത് ജനിച്ച പെൺകുട്ടിയാണെങ്കിൽ 10. 10 വരുമ്പോഴത്തേക്ക് 1 വരും. അപ്പോൾ ആ പെൺകുട്ടിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് കുവാ നമ്പർ എത്ര വരും? 7 വരും. അതായത് 6 + 1 = 7. അപ്പം കുവാ നമ്പർ കണ്ടുപിടിക്കുന്നത് വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അത് ഇത്രയും ക്ലിയർ ആയിട്ട് എനിക്ക് പറഞ്ഞു തരാൻ പറ്റുന്ന പറഞ്ഞാൽ എൻ്റെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഇത് ഒന്നും നോക്കാതെ ഇത്രയും കൃത്യമായിട്ട് എനിക്ക് പറഞ്ഞു തരാൻ പറ്റുന്നത്. അപ്പോൾ 2000ന് മുകളിലോട്ടുള്ളവർക്ക് എങ്ങനെ കുവാ നമ്പർ കണ്ടുപിടിക്കാം, 2000ന് ശേഷമുള്ളവർക്ക് എങ്ങനെ കണ്ടുപിടിക്കാം, അതിൽ പുരുഷൻ എങ്ങനെ കണ്ടുപിടിക്കാം, സ്ത്രീക്ക് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. ഈ കുവാ നമ്പർ അനുസരിച്ചുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഈ വർഷം എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. കുവാ നമ്പർ 1നെ സംബന്ധിച്ചിടത്തോളം ഈ വർഷം മറ്റുള്ളവർ പറ്റിക്കാൻ സാധ്യത ഉള്ളൊരു വർഷമാണ്. അപ്പോൾ നമുക്ക് ആർക്കെങ്കിലും പൈസ കടം കൊടുക്കുകയോ ജാമ്യം നിൽക്കുകയോ ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ ശ്രദ്ധിച്ച് ചെയ്യണം. പൈസ തിരിച്ചു കിട്ടാൻ ഈ വർഷം പാടാണ്. മറ്റൊന്നും കൊണ്ടല്ല, ഞാൻ ഇതിനകത്ത് നാളോ മറ്റൊരു കാര്യങ്ങളോ വെച്ചിട്ടല്ല പറയുന്നത്. ഫെങ്ഷുയെ ബേസ് ചെയ്ത് മാത്രം പറയുന്നതാണ്. അവരുടെ ഈ ഗ്രിഡിലേക്ക് വന്നിരിക്കുന്ന സ്റ്റാറിനെ ബേസ് ചെയ്തിട്ട് മാത്രമാണ് സംസാരിക്കുന്നത്. ഇതിനുള്ളൊരു സാധ്യത ഈ വർഷം കൂടുതലാണ്. അതുകൊണ്ട് നോക്കിയും കണ്ടും പണമിടപാടുകൾ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സമ്പത്ത് വേറൊരുത്തൻ മോഷ്ടിച്ചുകൊണ്ട് പോകാനും സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ അഡ്വാൻസ് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ട് ഈ മുൻകരുതലുകൾ ഈ ഒരു വർഷത്തേക്ക് നിങ്ങൾക്ക് സ്വീകരിക്കാം. എല്ലാവർക്കും ഇത് വരണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഫെങ്ഷുയെ മാത്രം ബേസ് ചെയ്തിട്ടാണ് ഞാനിത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ആവശ്യമുള്ളവർക്ക് ഉൾക്കൊള്ളാം, അല്ലാത്തവർക്ക് പാടെ തള്ളിക്കളയാം. ഓക്കെ, കുവാ നമ്പർ 2. കുവാ നമ്പർ 2നെ സംബന്ധിച്ചിടത്തോളം ഈ വർഷം നിങ്ങൾക്ക് സാമ്പത്തിക അഭിവൃദ്ധിക്ക് സാധ്യത ഉള്ളൊരു വർഷമാണ്. അപ്പോൾ ഈ വർഷം നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഫെങ്ഷു പ്രകാരം പറയുകയാണെങ്കിൽ, വ്യക്തിപരമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു വർഷമാണ്. നിങ്ങൾക്ക് കാര്യങ്ങൾ മുന്നോട്ട് നീക്കാവുന്നതാണ്. അടുത്തത് കുവാ നമ്പർ 3. കുവാ നമ്പർ 3നെ പറ്റി പറയുകയാണെങ്കിൽ ഈ വർഷം 9 വർഷത്തിലൊരിക്കൽ വരുന്ന ഏറ്റവും പ്രോസ്പെരിറ്റി ഉള്ള ഒരു വർഷമാണ് ഈ വർഷം. നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റിയ ഒരു വർഷമാണ്. അത് സ്ത്രീ ആയാലും പുരുഷനായാലും. അപ്പോൾ കുവാ നമ്പർ 3കാർക്കാണ് ഈ 2025 ഏറ്റവും നല്ല വർഷം. ഓക്കെ, അടുത്തത് കുവാ നമ്പർ 4.
കുവാ നമ്പർ 4 സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ വർഷം നിങ്ങൾക്ക് കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളും മൊത്തമായിട്ട് ബുദ്ധിമുട്ടിക്കൊണ്ടിരുന്ന ഒരു വർഷമാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ഇനി അങ്ങോട്ടുള്ള ഒരു 3 കൊല്ലത്തേക്ക് നല്ലതാണ്. ഈ വർഷം നിങ്ങൾക്ക് തൊഴിൽപരമായിട്ട് നേട്ടമുള്ളൊരു വർഷമാണ്. അപ്പോൾ തൊഴിലില്ലാത്തവർക്ക് തൊഴിലിന് ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വർഷം ഒന്ന് ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചോളൂ. തൊഴിലിനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. തൊഴിൽപരമായിട്ട് എന്തൊക്കെ നേട്ടങ്ങൾ ചെയ്യാമെന്നും എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാമെന്നുള്ളത് നേരത്തുള്ള വീഡിയോകളിൽ ഉണ്ട്. അടുത്തത് കുവാ നമ്പർ 5. ഇനി ഇതിൽ പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് ഫെങ്ഷുയുടെ ഇത് നിങ്ങൾക്ക് തുറന്നു തരികയാണ്. 5 എന്ന് പറയുന്ന ഒരു കുവാ നമ്പർ ഇല്ല. അപ്പം നേരത്തെ പറഞ്ഞ കണക്ക് കുവാ നമ്പർ നമ്മൾ എടുക്കുകയാണെങ്കിൽ 5 വന്നാൽ അതിനെ 8ആയും 2ആയും പരിഗണിക്കും. സ്ത്രീക്ക് അത് 8ആയും പുരുഷന് അത് 2ആയും പരിഗണിക്കും. ഓക്കെ, അപ്പോൾ അടുത്തത് കുവാ നമ്പർ 6 ആണ്. 6നെ സംബന്ധിച്ചിടത്തോളം ഈ വർഷം ഒത്തിരി കലഹത്തിന് സാധ്യതയുള്ളൊരു വർഷമാണ്. ആരോടും വഴക്കിനൊന്നും പോവണ്ട. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തവന് കലഹമാവാനുള്ള സാധ്യതയുണ്ട്. വളരെയധികം സംയമനം പാലിക്കുക. മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ കൂടുതൽ ചെയ്യുക. അത് നിങ്ങൾക്ക് ഒത്തിരി ഗുണം ചെയ്യും ഈ വർഷം. അടുത്തത് കുവാ നമ്പർ 7 ആണ്. കുവാ നമ്പർ 7നെ പറ്റി പറയുകയാണെങ്കിൽ ടോട്ടൽ ലോസ് ഉണ്ട്. അതായത് മൊത്തം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു വർഷമാണ് നിങ്ങൾക്ക് ഈ കഴിഞ്ഞു പോയ 24. പക്ഷേ അതിൽ നിന്നും മാറി ഈ വർഷം മറ്റുള്ളവർ നിങ്ങളെ അംഗീകരിക്കുകയും നിങ്ങളോട് സ്നേഹത്തോട് പെരുമാറുകയും ചെയ്യുന്ന ഒരു വർഷമാണ്. വിദ്യാഭ്യാസത്തിന് നല്ല വർഷമാണ്. വിവാഹപ്രായമായവർക്ക് വിവാഹം നടക്കാനും ഈ വർഷം സാധ്യതകൾ ഒരുപാടുള്ളൊരു വർഷമാണ് 2025. ഏത് കുവാ നമ്പറുകാർക്കാണ്? 7 കുവാ നമ്പറുകാർക്ക്. ഇനി കുവാ നമ്പർ 8. കുവാ നമ്പർ 8നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മോശം വർഷമാണ് ഈ വർഷം 2025. 9 വർഷത്തിലൊരിക്കൽ വരുന്ന ഏറ്റവും മോശം സ്റ്റാർ നിങ്ങളുടെ ഗ്രിഡിലേക്ക് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വർഷം വളരെ മോശം അനുഭവങ്ങൾക്ക് സാധ്യതയുള്ളൊരു വർഷമാണ്. അതിൽ 5 എലമെൻറ്റ് പഗോഡ എന്ന് പറഞ്ഞിട്ടൊരു ടൂളുണ്ട്. അത് നിങ്ങൾക്ക് വാങ്ങിച്ച് ഈ ഒരു വർഷം നിങ്ങളുടെ കൈവശം സൂക്ഷിക്കുന്നത് ഈ ദോഷത്തിൻ്റെ കാഠിന്യം കുറയ്ക്കാൻ വളരെ നല്ലൊരു ടൂളാണ്. അപ്പോൾ പുതിയ സംരംഭങ്ങൾ എന്തെങ്കിലും ചെയ്യാനായിട്ട് കുവാ നമ്പർ 8കാർ നിൽക്കുന്നെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇതെല്ലാം ഫെങ്ഷുയെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ പറയുന്നത്. മറ്റേ നാളോ മറ്റേ ജ്യോതിഷമോ ഒന്നും നോക്കിയിട്ടല്ല പറയുന്നത്. ഫെങ്ഷുയിൽ വരുന്ന നക്ഷത്രത്തെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ പറയുന്നത്. എന്തായാലും കഴിഞ്ഞ 10-17 വർഷം 18 വർഷങ്ങളായി ഞാൻ ഈ രംഗത്ത് നിൽക്കുന്ന എൻ്റെ അനുഭവത്തിൽ നിന്നും മറ്റുള്ള വീടുകളിലും വ്യക്തികളെയും കൺസൾട്ട് ചെയ്തതിൽ നിന്നായിട്ടാണ് ഞാനിതെല്ലാം നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. അടുത്തത് നമുക്കൊന്ന് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുവാ നമ്പർ 9 ആണ്. 9നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ വർഷം ഒരു പോസിറ്റീവായിട്ടുള്ളൊരു വർഷം തന്നെയാണ് കുവാ നമ്പർ 9കാർക്ക് ഈ വർഷം. അപ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് ടെൻഷൻ ഒരു സാധ്യത ഉണ്ടെന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തൊരു വർഷമാണ്. കുറേ സമാധാനപരമായിട്ട് പോകാനുള്ള സാധ്യത കുവാ നമ്പർ 9കാർക്ക് ഉണ്ട്. അപ്പോൾ 9 കുവാ നമ്പറുകളെ പറ്റിയും, അതായത് 5 ഒഴിച്ചിട്ടുള്ള 9 കുവാ നമ്പറുകളെ പറ്റിയും ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. ഓരോ ദിക്കിലും വരുന്ന നക്ഷത്രങ്ങൾ ഈ വർഷം നിങ്ങൾ എങ്ങനെ സ്വാധീനിക്കും എന്നുള്ളതും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് നോക്കി വളരെ ശ്രദ്ധിച്ച് ഈ വർഷം ഒന്ന് മുന്നോട്ട് പോവുക. ദിക്കുകൾ നമ്മുടെ എൻട്രൻസ് ഒക്കെ നോക്കി നമ്മളുടെ കാര്യങ്ങൾ നീക്കുക. മോശമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്ന് പരിഹാരങ്ങൾ ചെയ്തു പോവുക. അതല്ല നല്ലതാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ ആക്റ്റീവായി ഈ വർഷം ഒന്ന് പ്രവർത്തിക്കുക. അതുപോലെ വ്യക്തിപരമായിട്ട് നോക്കുകയാണെങ്കിലും അങ്ങനെ നിങ്ങൾക്ക് ഈ വർഷം എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കി അതിനനുസരിച്ച് കാര്യങ്ങൾ നീക്കുക. അപ്പോൾ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉള്ളൊരു വർഷമായി 2025 ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.